ഈശ്വര ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒക്ടോബർ 1 തീയതി മുതൽ ജപമാലയുടെ ഭക്തിയിൽ നമുക്ക് വളരാനായിട്ട് ഒരു മാസം കൂടി ഉണ്ടാകുകയാണ്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അധികമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ എണ്ണം തിട്ടപ്പെടുത്താനായിട്ട് കൂടുതൽ ആൾക്കാർ എണ്ണം തികയ്ക്കാനായിട്ട് ജപമാല ചൊല്ലുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവരെന്തിനാണ് ഇങ്ങനെ എണ്ണം തിട്ടപ്പെടുത്താനായിട്ട് ജപമാല ചൊല്ലുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് യേശുവിനെ അറിയാനും അമ്മ വഴി അധികമായിട്ടുള്ള കൃപകളും വരങ്ങളും ദാനങ്ങളും സ്വർഗത്തിൽ നിന്ന് ലഭിക്കുവാനും അതുപോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനൊക്കെയാണ് നമ്മൾ ജപമാല കയ്യിലെടുക്കുന്നത്. അത് സാത്താനെതിരെയുള്ള സർവ്വ ആയുധങ്ങളാണ് ഈ പറയുന്ന ജപമാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ആഴത്തിൽ പഠിക്കാതെയാണ് ഈ ജപമാല ചൊല്ലാനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ജപമാല ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു 100 ജപമാല ഞാൻ ചൊല്ലി എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത് സ്വർഗം സ്വീകരിച്ചോ? ഈ 100 ജപമാല നമ്മൾ ചൊല്ലിയത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്? മാതാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫലങ്ങളുണ്ടാവണം, നമ്മളിൽ ഫലങ്ങളുണ്ടാവണം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാവണം, അല്ലേ? ദാനങ്ങളുണ്ടാവണം, വരങ്ങളുണ്ടാവണം. ഇത് നമുക്ക് കിട്ടുന്നത് ഇതിലെയാണ്, പരിശുദ്ധ അമ്മയിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൃപാവരങ്ങളും കിട്ടണമെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ ചോദിക്കാൻ പാടില്ല. അപ്പം നിയോഗങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിൽ മാത്രം ചോദിക്കാൻ പാടുള്ളൂ. എപ്പോഴും നിയോഗങ്ങൾ ചൊല്ലിക്കൊണ്ട് ജപമാല ചോദിക്കരുത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഈ മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ കാതുകൾക്ക് കേൾക്കാൻ സാധിക്കും, യാതൊരു കേൾവി കുറവുമില്ല. അപ്പം അതുകൊണ്ട് ചില മനുഷ്യരിൽ കാണാവുന്നൊരു കാര്യമാണ്, എങ്ങനെയെങ്കിലും എണ്ണ തിട്ടപ്പെടുത്തിയൊരു 40 ജപമാല, ഒരു 50 ജപമാല അല്ലെങ്കിൽ 100 ജപമാല. ഇവിടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി അവസാനം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് കേൾക്കുന്നത്. അതിനുള്ളിലുള്ള ഒന്നും കേൾക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് സ്വർഗസ്വനായ നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? എങ്ങോട്ടെങ്കിലും ഓടുന്നുണ്ടോ? ഇരിക്കുവാണെങ്കിൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരുന്ന് ജപമാല ചൊല്ലി നോക്കിക്കുക. ഒരു കൊന്ത നമ്മൾ വളരെ ഭക്തിയോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവരഹസ്യം മതി, അത് വളരെ ഭക്തിയോടുകൂടി അമ്മയോട് ചേർന്നിരുന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. മറിച്ച് നമ്മളിങ്ങനെ എന്തിനോ വേണ്ടി ദാഹിക്കുന്നത് പോലെ ചൊല്ലി തീർത്താലോ അതിനൊരു ഉപയോഗമില്ലാതെ പിശാചിനെ നമ്മളെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഭക്തിയോടും സ്നേഹത്തോടും